എൻ്റെ റൂഫ് ടോപ്പിലുള്ള കുറച്ച് പഴച്ചെടികൾ നമുക്ക് പരിചയപ്പെടാം. വളരെ കുറച്ചുള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ അത്യാവശ്യം ചൂസബിളായതുകൊണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 1-2 100% പരാജയങ്ങളാണ്. അത് ഞാൻ കാണിക്കാം. ആദ്യം ഈ കാണുന്നത് ഒരു 18 ഇഞ്ച് ഡ്രമ്മിൽ അല്ലെങ്കിൽ പോട്ടിൽ വെച്ചേക്കുന്നത് നമ്മുടെ ഗോൾഡൻ MNK1 ഗോൾഡൻ സീതപ്പഴം. MNK1 ഗോൾഡൻ സീതപ്പഴം ആണോ. ഇത് വളരെ ഞാനൊരു എത്ര സൈസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കമ്പിൻ്റെ സൈസിലുള്ളൊരു ഗ്രാഫ്റ്റ് വാങ്ങി വെച്ചത്. അതായത് ഇവിടെ എൻ്റെ ഗ്രാഫ്റ്റ് വരുന്നത് അത്യാവശ്യം സൈസായി. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടത് ഇതിപ്പം ഫസ്റ്റ് അല്ല, ഇതിനു മുമ്പ് കുറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചിട്ടില്ല, പോളിനേഷൻ നടന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത സീസൺ ഞാൻ പിടിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കുറച്ച് പ്രൂണിങ്ങൊക്കെ ചെയ്ത് വിട്ടാണ്, ഇവിടെ പ്രൂണിങ്ങൊക്കെ ചെയ്താണ് പുതിയ ശിഖരങ്ങളൊക്കെ വന്നതാണ്. അതെൻ്റെ ഗോൾഡൻ സീതപ്പഴം. ഇത് നമ്മുടെ ബ്രസീലിയനല്ല, പാകിസ്ഥാൻ വൈറ്റ്. ബ്രസീലിയൻ നമ്മുടെ റെഡ് കളറാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് വൈറ്റ് മൾബറി, ലോങ് മൾബറി. പക്ഷേ ഇത് എൻ്റെ 100% ഫ്ലോപ്പായ സാധനമാണ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് വളങ്ങളും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലെ. പക്ഷേ ഇതിന് വല്ലപ്പോഴും ഒരു മൾബറി മാത്രമാണ് ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഓൾറെഡി വൈറ്റിന് കാപിടുത്തം കുറവാണ് എന്നെനിക്കറിയാം. പക്ഷേ അത്രയും പോലും ഇത് പിടിക്കുന്നില്ല. എന്താ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇതങ്ങ് ഒഴിവാക്കും. ഇനിയിപ്പോൾ വാങ്ങിയ തൈയുടെ കുഴപ്പമാകാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇതങ്ങ് ഒഴിവാക്കും. അത്യാവശ്യമൊക്കെ പ്രൂണിങ്ങൊക്കെ നടത്തിയ ആളാണ്. ഇവിടെയൊക്കെ കുറേ പ്രൂൺ ചെയ്തിട്ടുണ്ട്. പ്രൂൺ ചെയ്ത സമയത്ത് 2-3 ഉണ്ടായി, പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊരു 20 ഇഞ്ച് ബക്കറ്റിൽ, പെയിൻറ്റ് ബക്കറ്റിലാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ മൈലാ ചെടിയാണ്, മൈലാ ടെന്നീസ് പൊളിച്ചെടി. ഈ കാണുന്ന അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ്. 2 വർഷത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ചെടിയാണ്. അപ്പം ഇതാണ് മൈലാ ടെന്നീസ് പൊളിച്ചെടി. ഇതിൻ്റെ ചെറിയ കാകളൊക്കെ ഉണ്ട്. കായുണ്ട്, ഇവിടെ ഉണ്ട്. ഭയങ്കര ഗ്രോത്ത് ആട്ടോ, അങ്ങനെ തിക്കായിട്ടുണ്ടാവും, നല്ല സൈസിൽ. ഇവിടെയൊക്കെ 1-2 സ്ഥലത്ത് കാകളൊക്കെ ഉണ്ട്. അവിടെ ഒരു കായുണ്ട്, അങ്ങനെ അവിടേക്കായിട്ടുണ്ട്. ഇതും ഈ ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ കായ പിടിച്ചേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കായ പിടിച്ചത് മഴക്കാലത്തായതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പം അതെല്ലാം കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ ഞാൻ കിട്ടുകയായിരിക്കുന്നു. അപ്പം ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മിക്സഡ് അഭിപ്രായമാണ്, നല്ലതാണെന്ന് പറയുന്നുണ്ട്, ചള്ളാന്നും പറയുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ മൈലാ ടെന്നീസ് പൊളിച്ചെടി. ഇത് മറ്റൊരു പരാജയമല്ല, അറിവില്ലാതുകൊണ്ട് വാങ്ങിപ്പോയ സാധനമാണ്. നമ്മുടെ റെഡ് സ്ട്രോബെറി പേരാന്ന് പറയുന്നത്, റെഡാണിത്. അതുകൊണ്ട് തന്നെ ഫ്ലവറിങ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞാണ് ഫുള്ള്. നല്ലപോലെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഭയങ്കര തിക്ക് ഗ്രോത്തായിരുന്നു, ഭയങ്കര അഗ്രസീവ് ഗ്രോത്താണ്. അത് ഫുൾ വെട്ടി ഒഴിവാക്കി, ഫുൾ പ്രൂൺ ചെയ്തു. ചിലപ്പോൾ ഞാൻ ഇത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിവിടെ പിടിക്കില്ല, നമ്മുടെ ഇവിടെ ചൂട് കാലാവസ്ഥയിൽ ഇത് അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, ചില വെറൈറ്റിയുടെ ഗുണമായിരിക്കും. പക്ഷേ ഇത് ഏതായാലും ഫ്ലവറിങ് ഉണ്ടാകുന്നല്ലാതെ ഒന്നും പിടിച്ചിടുന്നില്ല. അപ്പം ഇതാണ് ഇതൊരു 18 ഇഞ്ചിൻ്റെ മറ്റൊരു പോട്ടാണ്. ഇത് ഒരു 2 വർഷം ആയ ഒരു ചെടിയാണ്. ഇത് വളരെ ചെറിയ ചെടി വാങ്ങിച്ചു, 2 വർഷമായിട്ടില്ല, ഇത് 1 വർഷം ആയതുള്ളൂ. ഇത് ഞാൻ ഡൽഹിയൊക്കെ ഒരുമിച്ച് വാങ്ങി വെച്ചാണ്. അപ്പം ഇത് 1 വർഷം കഴിഞ്ഞു, 1 വർഷവും 3 മാസമായിട്ടുണ്ട് കറക്റ്റ് പറഞ്ഞാൽ. അപ്പം ഇതും അതുകൊണ്ട് വെട്ടി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. പുതിയ ഇതൊക്കെ വരുന്നുണ്ട്, വന്നോട്ടെ എന്നുള്ള ഇത് നിർത്തിയേക്കുക. ചിലപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇത് ഒഴിവാക്കും. പിന്നെ ഇത് നമ്മുടെ സീറ്റ് ലൂബി, ഇപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സീറ്റ് ലൂബി. ഇത് ഞാൻ വെച്ചിട്ടിപ്പോൾ ഒരു 8 മാസം 8-9 മാസമായിട്ടുണ്ട് സാധനം. ഇത് വെച്ചതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. വളരെ അതായത് ഈ ഒരു സൈസ് കമ്പിലാണ് വെച്ചത്. ഈ ഒരു സൈസ് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ഗ്രാഫ്റ്റ് ചെടിയാണ് വെച്ചത്. ഈ ഒരു കമ്പായിരുന്നു. ഒരു 8 മാസം കൊണ്ട് വളർച്ച ഉണ്ടോ, എത്ര വളർച്ച ഉണ്ടോ, നല്ല വളർച്ചയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ആദ്യത്തെ കുറച്ച് ഫ്ലവർ വന്നായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ അടുത്ത ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെയൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ചാണ്, സാധാരണ നമ്മൾ സ്വീറ്റ് ഹോബി കാണുന്നതിൻ്റെ അത്ര ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. ഹാപ്പി. അപ്പം അങ്ങനെ കുറച്ച് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു 8 മാസം 10 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട് വെച്ചിട്ട്. ഇത് 16 ഇഞ്ചിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ. ഇത് 16 ഇഞ്ചാണേ, 16 ഇഞ്ചിൻ്റെ പോട്ടാണ്. അപ്പം ഇതാണത്. പിന്നെ ഇത് ഒരു VNR പൂവാണ്. ഇത് ഞാൻ നിലത്ത് വെച്ചപ്പോൾ പറ്റിപ്പോയത് ഒരുപാട് തണലുള്ള സ്ഥലത്തായി പോയി. പിന്നെ മണ്ണിന് കുറച്ച് ഉറപ്പും കൂടിപ്പോയി. നിലത്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത് നിലത്തിൽ നിന്നൊരു ചെറിയ ആറ്റിലേക്ക് മാറ്റി. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്, അത് നിൽക്കുന്നു, കുഴപ്പമില്ല. അതിന് ശേഷം വന്നാണ് ഈ പുതിയ തളിരൊക്കെ, അതുകൊണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നോക്കട്ടെ. VNR ഇതിപ്പോൾ ഏതായാലും 2 വർഷം മുഴുവൻ പഴക്കമുണ്ട്, പക്ഷെ കണ്ട പറയില്ല. കാരണം നിലത്ത് വെച്ച് വളർത്തി മുരടിച്ച് പോയതാണ്, വേറോട്ടില്ല. ഇത് നമ്മുടെ
സപ്പോട്ട, അത് ബനാന സപ്പോട്ട. ഇതും വളരെ ചെറിയൊരു കമ്പ് വെച്ചാട്ടോ. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റാണ്, ചെറിയൊരു കമ്പ് വെച്ചാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ല, ഗ്രാഫ്റ്റ് തന്നെയാണ്, പക്ഷേ വേറെ തരത്തിലായിപ്പോൾ എന്തൊരു ചെറിയ മിസ്റ്റേക്ക് എന്ന ഗ്രാഫ്റ്റാണ്. അപ്പം ഇത് വളരെ ചെറിയ സാധനം വെച്ചാണ്. ഇതൊരു 10 ഒരു വർഷത്തിന് താഴെ ആയിട്ടുണ്ട്, അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മോൾ ഭാഗം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു. ഇവിടെ മോൾ ഭാഗം ഒന്ന് ഫുൾ പ്രൂൺ ചെയ്ത് ഒരു ചെറിയൊരു ബട്ട് വരുന്നൊരു തോന്നുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു പുതിയൊരു ഇതാണ്, കാ പിടിച്ച് വരുന്നതാണ്. പക്ഷെ അത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ കാര്യമാക്കുന്നില്ല. പിടിച്ചാൽ മതി, പിടിച്ചു തുടങ്ങും. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെയും പിടിച്ചോളും. അപ്പോൾ ഇത് 18 ഇഞ്ചിൻ്റെ ഒരു ബോട്ടാണ് കേട്ടോ. ഇത് 18 ഇഞ്ചിൻ്റെ ബോട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബേറാപ്പിൾ. ഇത് ബേറാപ്പിൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കായ്ക്കുന്ന ഒരു ബേറാപ്പിളാണിത്. ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഒടിഞ്ഞു, വെയിറ്റ് പോയിട്ടുണ്ട്, ഒടിഞ്ഞ് ഞാൻ കെട്ടി വെച്ചേക്കുക. എൻ്റെ ഇകത്തെ ബേറാപ്പിളാണ് ഇത്. 2 വർഷത്തിൻ്റെ 1.5 വർഷം പ്രായമുള്ള ബേറാപ്പിളാണ്. പിന്നെ ഇതിൻ്റെ അത്തി, 3 അത്തി. ഇത് ഒരത്തി, ഇത് മറ്റൊന്ന്, ഇത് മറ്റൊന്ന്, 3 അത്തി കേട്ടോ. ഇത് ടർക്കിഷ് ബ്രൗൺ ആണ്. ഈ കാണുന്നത് ടർക്കിഷ് ബ്രൗൺ, അത്യാവശ്യം കാലൊക്കെ ഉണ്ട്. ഇത് ഡയാന, ഇത് ഡയാനയാണ്. ഡയാനക്ക് ഇത് പഴുത്തി ഇപ്പോൾ ഞാൻ കവറിട്ട് വെച്ചേക്കുന്നത്, നെറ്റിട്ട് വെച്ചേക്കുക, അത് ക്ലിയർ കൊണ്ടുപോകും. ഇത് പൂനെ റെഡ്, ഇത് പൂനെ റെഡാണ്. ഞാൻ ഇന്നലെ ഒന്ന് പറിച്ചായിരുന്നു, ഇതിനകത്ത് അപ്പം പറിച്ച് കഴിച്ചു. പക്ഷേ ആദ്യമായിട്ടുള്ള ഉണ്ടായതുകൊണ്ടായിരിക്കും ടേസ്റ്റ് ഇല്ലായിരുന്നു. അത് ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും ഉണ്ടായ ഒരു 3 അത്തിൽ നിന്നും ആദ്യം ഉണ്ടായ അത്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായതിനൊക്കെയാണ് ടേസ്റ്റ് ഉള്ളത്. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് അത്യാവശ്യം ഉണ്ടാവും. ഇതാ ബുഷ് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബുഷ് ഓറഞ്ച്. ഇതൊരു 18 ഇഞ്ചിൻ്റെ ചെറിയ ഡ്രമ്മാണ്, ഡ്രമ്മിൻ്റെ പോട്ടാണ്. ഇത് പിന്നെ നമ്മൾ ഡൽഹരി ചാമ്പ, അത്യാവശ്യം കാകളൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂക്കളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് പഴുത്തിട്ടില്ല, പറ്റിക്കപ്പെടുന്നൊരു ഫ്രൂട്ടാണ് ഡൽഹരി ചാമ്പ. നല്ല പഴുക്കണം. ഇനിയൊരു 2-3 ആഴ്ച, ഒരു മാസത്തിൽ ഇനിയും പഴുക്കാനുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇവിടെ കുറേ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് ഡൽഹിയുടെ പ്രത്യേകത. കണ്ടോ, ഒരു കൊലയിൽ 10-15 കാവള. കണ്ടോ എത്രയാണെന്ന് പറയുക. ഇതിലിപ്പം 3, 6, 4, 10, 11 ഫ്ലവർ ഉണ്ട്. ഇത് സാധാരണ പിടിക്കും. ഈ ഒരു സൈസായി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക് കുറവാണ്, പിടിക്കും. കൊഴിഞ്ഞു പോകും. ഈ സൈസിലാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത്. ഈ സൈസിൽ കൊഴിഞ്ഞു പോകും. സാധാരണ കൂടുതലാണ് കൊഴിഞ്ഞു പോക്ക്, പക്ഷേ പിടിക്കും. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു വർഷം 10 മാസമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഡ്രമ്മിൽ, 18 ഇഞ്ചിൻ ഡ്രമ്മിൽ വെച്ചേക്കുന്ന എന്താണ് നമ്മൾ ഡൽഹരിയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കായ്ച്ചപ്പിന് വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് കായ്ച്ചാണ് ഇതിൻ്റെ ചത്രക്കുന്നുണ്ട്. കായ്ച്ച വലിയൊരു ശല്യമാണ്. വെച്ചില്ലെങ്കിൽ അതായത് ഞാൻ ലെയർ അടിച്ചിട്ടുണ്ട് കുറച്ച്. ഇതാ ഇവിടെ ലെയറുണ്ട്, ഇവിടെയൊക്കെ ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലെയർ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഇതൊക്കെ ലെയർ ചെയ്തേക്കുന്നതാണ് തൈ ഉണ്ടാക്കാനായിട്ട്. ആയാലും ഇത് പ്രൂൺ ചെയ്യണം. ഇതാണ് എൻ്റെ ഡൽഹരി. ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട്, ഇതൊക്കെ ലെയർ ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഫ്ലവറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടോ, ഇത് എത്ര പൂക്കളാണെന്നുണ്ട്. കൊലകൊലയായിട്ടാണ് ഇതുണ്ടാവുള്ളൂ. ഉണ്ടോ, 10ഉം 12ഉം അല്ല, എങ്ങനെ വേണമെങ്കിലും ഒരു 5 എണ്ണമൊക്കെ മിനിമം അത്യാവശ്യം നല്ല ഉണ്ടാകാറുണ്ട്. ഇത് മിനിമം ഇത് 9 എണ്ണം ഇതിനകത്ത്. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി അങ്ങനെ പോകുന്ന സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ പിടിച്ച വേറാപ്പിളാണ്, നമ്മുടെ ചാമ്പകളാണ്. ഇതുണ്ടോ ഈ കാണുന്നത്. ഇത് ഫ്ലവർ വിരിഞ്ഞു തുടങ്ങി. നോക്കി കാണുന്നുണ്ടോ, ഇത് വിരിഞ്ഞു തുടങ്ങി. ഫ്ലവർ ഓപ്പണിംഗ് ആയി തുടങ്ങി. മുകളിൽ വിരിഞ്ഞുണ്ടായിരുന്നു, വിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതൊന്നേ ഉള്ളൂ കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു, കുഴിഞ്ഞു പോയതാണ്. കണ്ടോ അടുത്തത് ഇവിടെ ലെയർ അടിച്ചേക്കുന്നത്. ഇതൊക്കെ ലെയറാണ്, ഒക്കെ ലെയർ. ഏതായാലും ഇത് കമ്പ് മുകളിൽ വെച്ച് പ്രൂൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഓർത്ത് പ്രൂൺ ചെയ്യുന്നതിന് വരെ നമുക്ക് ലെയർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ലെയർ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഒക്കെ ഇനിയിപ്പോൾ ഈ സീസൺ കഴിഞ്ഞാൽ ഇതൊക്കെ ലെയർ എടുത്ത് ഞാൻ തൈ ഉണ്ടാക്കും. ഇത് നമ്മൾ മണിച്ചാമ്പ എന്ന് പറയുന്നത്. പഴയ നാടൻ ചാമ്പയിൽ സീഡ്ലെസ് ആണ്. അതായത് അത്യാവശ്യം ഫ്ലവറുണ്ട്. കണ്ടോ, അത്യാവശ്യം തന്നെ ഫ്ലവറുണ്ട്, നല്ലപോലെ ഉണ്ടാവും. നല്ല റെഡ് കളറാണ്. റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ല, അത്രയും റെഡ് കളറാണ്. നമ്മുടെ നാടൻ ചാമ്പ റോസാണ് അല്ലേ, ഇത് ഈ ഒരു കളറാണ്. നാടൻ ചാമ്പയ്ക്ക് ഈ ഒരു കളറേ വരുള്ളൂ. പക്ഷേ ഇതല്ല, ഇത് റെഡ് കളറാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാവും. ഇത്രയാണ് എൻ്റെ മെയിൻ ചെടികൾ. പിന്നെ എനിക്കുള്ളതൊരു പച്ചക്കറികളാണ്. മുളക് കുറച്ചുണ്ട്. ഇത് മുളകിന് വെയിൽ വേണമെന്നുള്ളതുകൊണ്ട് മാത്രം മുകളിൽ വെച്ചേക്കുന്നതാണ് ടെറസിന് മുകളിൽ. കുറച്ച് മുളകുകളുണ്ട്. പിന്നെ നമ്മുടെ റംബുട്ടാൻ, വൺ ഓഫ് ദ ഫേവറേറ്റ്, എല്ലാവരും ഫേവറേറ്റ്സാണ് റംബുട്ടാൻ. അത്യാവശ്യം ഫ്ലവറിങ്ങൊക്കെ ഉണ്ട്, തേനീച്ചകളൊക്കെ വരുന്നുണ്ട്. കണ്ടോ ഫ്ലവർ, എല്ലാം ഫ്ലവറാണ് മുകളിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇത് വെച്ചിട്ട് കറക്റ്റ് പറഞ്ഞാൽ 4 വർഷമായ ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ മുകളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതാണ്.
കാരണം എൻ്റെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുഷായിട്ട് നിർത്താൻ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കൊരു ടെറസിന് മുകളിലേക്ക് അത്യാവശ്യം വെയിൽ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം വളർത്തി ഇങ്ങനെ തന്നെ എടുത്ത് ഇവിടം വരെ എത്തിച്ച ചെടിയാണ്. അതിന് ശേഷമാണ് മൊത്തം ഞാൻ പ്രൂൺ ചെയ്തേക്കാണ്ടോ. ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് പാടുകയാണ്. ഇവിടെ നിന്നാണ് പുതിയ നാമ്പുകൾ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു റംബുട്ടാൻ കിട്ടിയത്, ഒരേ ഒരു റംബുട്ടാൻ കഴിഞ്ഞ സീസൺ, അതായത് 3-ാം വർഷം. ഇപ്പോൾ 4-ാം വർഷമായി. ഇതിപ്പം അന്ന് ഒരു കൊല പൂവുണ്ടായുള്ളൂ, അതുകൊണ്ട് ഒരു കാ കിട്ടി. ഇതാണ് ഇപ്പം നിറച്ച് ഫ്ലവറിങ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ ഫ്ലവറുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഫ്ലവറുണ്ട്, ഇവിടെ ഫ്ലവറുണ്ട്, ഇതാ ഇവിടെയൊക്കെ ഫ്ലവറുണ്ട് കണ്ടോ. ഇതൊക്കെ ഫ്ലവറിങ്ങാണ്. ഇതാ ഇവിടെ താഴെ എല്ലാ ഫ്ലവറുണ്ട്. അതുകൂടാണ്ട് ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും റംബുട്ടാൻ ഈ കഴിഞ്ഞൊരു 4-5 വർഷം 10 വർഷം ആയിട്ട് പരിചയമുള്ള നാടാണ് നമ്മുടെ കേരളം. അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5-6 വർഷം കൊണ്ടാണ് റംബുട്ടാൻ കേരളത്തിൽ ഫേമസ് ആയത്. പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച നാളോട്ട് ഞങ്ങളൊരു റംബുട്ടാൻ ഉണ്ട്. ഈ കാണുന്ന മരം, ഇത് റംബുട്ടാനാണ്. ഈ കാണുന്നത് നാടൻ റംബുട്ടാൻ കണ്ടോ. കണ്ടോ കായൊക്കെ പിടിച്ചു തുടങ്ങി കണ്ടോ, കായൊക്കെ പിടിച്ചു തുടങ്ങി. കണ്ടോ, ഇത് നാടൻ റംബുട്ടാൻ, മഞ്ഞ കളർ നാടൻ റംബുട്ടാനാണ് ഈ കാണുന്നത്. കണ്ടോ മുകളിലോട്ടൊക്കെ നോക്കിയാൽ കാണാൻ കുറേ ഫ്ലവറുകളുണ്ട് കണ്ടോ. ഈ മരത്തിന് മിനിമം ഒരു 40 വർഷം പ്രായം ഉണ്ടാവും. ഇത് കണ്ടോ, കുറേ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. പണ്ട് ഇതൊന്നും അല്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 10 വയസ്സുള്ള സമയത്ത് ഈ മരം മൊത്തം ചാഞ്ഞ് ഈ കാണുന്ന ടെറസിന് മുകളിലേക്കായിരുന്നു മൊത്തം വളഞ്ഞ്. കാരണം അത്രയും തിക്കായിരുന്നു. ഇതിപ്പോൾ പ്രായമായി 40 വർഷമൊക്കെ. റംബുട്ടാൻ്റെ എൻഡിങ് ആണ്, എല്ലാവർക്കും അറിയാം. റംബുട്ടാൻ്റെ ഒരു 30-35 വർഷമാണ് ലൈഫ് പറയുള്ളൂ. അത് ഈടുള്ള ലൈഫ് പറയുള്ളൂ. അതിനുശേഷം റംബുട്ടാൻ്റെ മരണമാണെന്ന് തന്നെ പറയാം. അപ്പം അതുപോലെയുള്ള അവസ്ഥയാണ് റംബുട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു N18 ഇവിടെ വെച്ചത്. ഈ റംബുട്ടാൻ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇവിടെ അടുത്ത റംബുട്ടാൻ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മറ്റു റംബുട്ടാൻ വെച്ചത്. ഇത് നാടൻ, പക്കാ നാടൻ. ഇത് പല സമയത്തും പലതാണ് എൻ്റെ അവസ്ഥ. ചില സമയത്ത് പേട്ടായിരിക്കും, ചില സമയത്ത് ഈ അടുത്ത കാലങ്ങളാണ്. പണ്ട് എല്ലാ വർഷവും നല്ല നിറച്ച് കാകളുണ്ടാകുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഫ്ലവറിങ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അത്യാവശ്യം ചാക്കിൻ്റെ പകുതി ചാക്കൊക്കെ പറിച്ച് കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അടുത്തുള്ള ലോക്കൽ കടകളിലൊക്കെ, എൻ്റെ ഒരു 10-15 വയസ്സുള്ള സമയത്തൊക്കെ. അപ്പം ഇത് ഇപ്പം വളരെ കുറവാണ് ഇതിൻ്റെ അന്ന് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു, കുറച്ച് കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. അത്യാവശ്യം ഫ്ലവറിങ് ഉണ്ട്. ഇത് നാടൻ, ഒരു 40 വർഷം പഴക്കമുള്ള പഴയ റംബുട്ടാൻ, നാടൻ റംബുട്ടാൻ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈരാറ്റുപേട്ടയാണ്. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ എല്ലാ വീട്ടിലും ഉണ്ട് റംബുട്ടാൻ. അത് എല്ലാം 10-30 വർഷം 40 വർഷം പഴക്കമുള്ള റംബുട്ടാൻ എല്ലാവരും വീട്ടിലുണ്ട്. നാടൻ റംബുട്ടാൻ ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ വീട് തൊട്ടപ്പുറത്ത് വീടുണ്ട്, അവർ വെട്ടിക്കളഞ്ഞ 2 റംബുട്ടാൻ എന്നറിയില്ല. അതിനൊരു പഴുത്താൻ നല്ല മധുരവും പഴുക്കുന്നതിന് മുമ്പ് പുളിയുള്ള റംബുട്ടാൻ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ N18 കണ്ടോ. N18ൻ്റെ മെയിൻ പ്രശ്നമാണ് ഈ കാണുന്ന പൊള്ളൽ. അതിന് വേറെ ഒന്നുമില്ല, അത്യാവശ്യം വെള്ളം കൊടുക്കുക, പറ്റുവാണെങ്കിൽ ഷെയ്ഡ് കൊടുക്കുക. ഇതിപ്പോൾ ഷെയ്ഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചാമ്പയ്ക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ചാമ്പ നമ്മുടെ ജലഹരിക്കൊക്കെ ഷെയ്ഡ് നിർബന്ധമാണ്. അല്ലെങ്കിൽ ജലഹരിയൊക്കെ ഒരുപാട് പൊള്ളലേൽക്കുന്ന സാധനമാണ്. ഈ ചൂടൊന്നും നമ്മുടെ ചാമ്പകൾക്കൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീനെറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രം കൊടുത്തിട്ടുള്ളൂ, ബാക്കി സമയം കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് അവിടെ മാത്രം ഞാൻ ഗ്രീനെറ്റ് ഇട്ടേക്കാണ്. ഇതാണ് എൻ്റെ റൂഫ് ടോപ്പ് ഗാർഡൻ്റെ ഒരു അപ്ഡേഷൻ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ റൂഫ് ടോപ്പ് ഗാർഡൻ, അതിലുള്ള ചെടികളുടെ ഒരു ചെറിയൊരു വിവരണം. ഇനി ഓരോ ചെടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പരിചരണവും അതിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ബേറാപ്പിളിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ബേറാപ്പിൾ, നമ്മുടെ അത്തി, ജലഹരി, നമുക്ക് നോക്കി കാണാം. ജലഹരിയിലേക്ക് നിറച്ച് ഫ്ലവറിങ്ങാണ്. നോക്കിയാൽ ഇവിടെ ഉണ്ട്, ഫ്ലവറുണ്ട്. ഇതാ മുകളിൽ, ഇതാ ഇവിടെ ഫ്ലവറുണ്ട്, ഇതാ ഇവിടെ ഫ്ലവറുണ്ട്. ഫ്ലവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നോക്കിയാൽ കാണാം നിറച്ച്. ഇതാ ഒരു കൊലയായിട്ട് തന്നെ ഫ്ലവർ കണ്ടോ. പൂക്ക് നോക്കിയേ, എത്രണ്ണം നോക്കിയേ, 3 കൊല 4 കൊലയായിട്ട് ഫ്ലവറുണ്ട്. ഇവിടെ ഉണ്ട്. ഇതാ ഇതൊക്കെ കായായി തുടങ്ങി, ഇത് പിടിച്ചു തുടങ്ങി ജലഹരിയാണ്. ഇതൊക്കെ സൈസ് നോക്കണ്ട, ഇതിങ്ങനെ കളർ മാറി തുടങ്ങിയാൽ പെട്ടെന്ന് വലുതാവും. ചെറിയ സൈസ് ഇതായിരിക്കും സൈസ് മാറി തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ മാറി തുടങ്ങിയാൽ ഞാൻ ഈ കവറൊക്കെ ഞാൻ തന്നെ തയ്ച്ചിട്ടിരുന്ന കവറാണ്. വാങ്ങിയ കവർ ഈ ഒരു കാണുന്ന വെള്ള കവറാണ് ഞാൻ വാങ്ങിയത്. ഒരിക്കലും നമുക്ക് പോസിറ്റീവല്ല. വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 50 കവറിന് 300 കൊടുക്കണം. ഒരു കവറിന് 7 സംതിങ് എത്ര റേറ്റ് വെച്ചിട്ട്. ഇത് ഞാൻ വീട്ടിൽ നമ്മുടെ കൊതുകിൻ്റെ നെറ്റിൻ്റെ കടയിൽ ലൂസായിട്ട് വാങ്ങി കിട്ടും. ഒരു മീറ്ററിന് 25 രൂപ ഉള്ളൂ. ഞാൻ അത് വാങ്ങി ഞാൻ തന്നെ തയ്ച്ച് അതിൻ്റെ അതൊരു കയറൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത സാധനമാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ആവശ്യാനുസരിച്ച് സൈസ് വാങ്ങാം. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സൈസായിരിക്കും. 6 അല്ലെങ്കിൽ 12, 8, 10 6
4x4 അങ്ങനത്തെ സൈസായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജലഹരിക്കൊന്നും പറ്റില്ല, ഒറ്റ പഴങ്ങളായിട്ടുള്ള സാധനങ്ങൾ പറ്റും. ഇത് നോക്കിയാൽ ഈ കാണുന്ന ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൈസായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് എത്ര കവർ വേണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കവർ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം കവർ തയ്ച്ച് വെച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ കുറേ കവർ തയ്ച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമനുസരിച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. കവറിടാൻ കാരണം പഴയച്ചയുടെ കായ്ച്ചക്കണി വെച്ചിട്ടുണ്ട്, പഴയച്ചക്കണി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ, നിറച്ച് പഴയച്ചാണ്. 4 ദിവസം മുമ്പേ മാറി വെള്ളം, അതൊക്കെ എന്താ അവസ്ഥകളുണ്ട്, നിറച്ച് ഈച്ച. അപ്പം അതിൻ്റെ കുത്തിയൊക്കെയായിരിക്കും ഞാൻ ഫെറമോൺ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. ഇനി അതിൽ കയറാതെ വരുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുത്തണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കീടങ്ങളും പക്ഷികളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ഇത്രയാണ് എൻ്റെ റൂഫ് ടോപ്പ് ഗാർഡൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഇനി ഓരോ ചെടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ ചെടിയെയും കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഓക്കെ.